എന്നിട്ട് അവനെ പോലീസ് നോക്കി. എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. എന്നിട്ട് പോലീസ് നോക്കി. ഇനിയിപ്പോ അവന് ഫൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് നാട്ടിൽ കൊണ്ടുവിടും, നാട്ടിൽ പറഞ്ഞു വിടുമായിരിക്കും. അത് വേണല്ലോ. ഇത് നമ്മളെ ഇവണ്ടല്ലോ, എന്താണ് സ്റ്റാൻഡേർഡ് അറേബ്യയിലെ അവൻ എന്തോ ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴാണ് വന്നുകൊണ്ട് ചാടുന്നത്. ഒരു 300 മീറ്റർ അപ്പുറത്ത് പൊട്ടിയ സാധനം ബ്ലോക്ക് ചെയ്തു. ഞാൻ ഇപ്പൊ പറയണത് കൊറേ കാര്യങ്ങൾ ഇവര് പറയുന്നുമില്ല. പിന്നെ അലാറം അത് മറ്റേ ഡ്രോൺ ആയത് കൊണ്ടായിരിക്കും അത് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ടാവുക. ബാക്കി മറ്റേ സ്വീറ്റ്സിന്റെ കടയാന്നപ്പ എവിടേക്കോ എന്താ ഇവിടുത്തെ അവസ്ഥ ആയിരിക്കും. ഞാൻ പറഞ്ഞു അവസ്ഥ ഒന്നുമില്ല. ഇപ്പം ഇതിപ്പോ അതൊക്കെ ഡിഫൻസ് എന്താന്ന് വെച്ചാൽ അവര് കേട്ടല്ല. അവരിപ്പം മിസൈൽ എണ്ണാൻ വേണ്ടിട്ട് സൂപ്പർവൈസർ വേണം പറഞ്ഞ അതിലേക്ക് പോയതാണല്ലോ നാട്ടിൽ പോകുന്നത്. ഒരു സൂപ്പർവൈസർ വേണം എന്നാണ്. അപ്പൊ അതിലേക്ക് മിക്കവാറും ഞാൻ പോണ്ടി വരും മിസൈൽ എണ്ണാൻ. എന്തൊക്കെ പറഞ്ഞാലും ഇവര് ഇത്രയും തടുത്തല്ലോ അല്ലേ. പിന്നെ ഒരു കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് ഇവിടെ ഒന്നും പറ്റില്ല. ചെറിയ റോഡല്ലേ ഇത്. ഉള്ളിലത്തെ ഒരു പോക്കറ്റ് റോഡാണ്. പിന്നെന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കടയിൽ തന്നെ പോവല്ലേ, നമ്മുടെ ഇവിടുത്തെ താന്തോന്നി. കുറച്ച് ഇല ഉണ്ടാവും, കുറച്ച് ഇല ഉണ്ടാവും അറിയാ. ജർജൽ, അതിന്റെ പേരെന്നാ? ജർജലാ. പിന്നെ ഉള്ളിത്തണ്ടുണ്ട്. സൗദികളെ വീട്ടിലൊക്കെയാണ് ആ ഉള്ളിന്റെ തണ്ടൊക്കെ അതുണ്ടാവും. പിന്നെ ഓറഞ്ച് അതൊക്കെ കട്ട് ചെയ്ത് വെക്കും. അത് വെള്ളിച്ചനും കൈയൊക്കെ നീട്ടുന്നുണ്ട്. കൈയൊന്നും നീട്ടില്ല, വിട്ടോ വടിയോണ്ട് അടിക്കുക. ഒരു വടിയുണ്ട് അയാളെടുത്ത്. നേരത്തെ പോയത് ബംഗാളികളെ കടയാട്ടോ. അതെ, ബംഗാളി കടയാണല്ലോ. ഇനി പോണ്ട. അതോടുകൂടി പരിപാടി നിർത്തി. ഹോട്ടലല്ലേ എല്ലായിടത്തും ബാർബർ ഷോപ്പ് ഉണ്ട്. നല്ല പള്ളിയൊക്കെ ഉണ്ട്, അടിപൊളി പള്ളി. സൂപ്പറാണ് പള്ളിയൊക്കെ. എന്താ പള്ളി. നല്ല രസമല്ലേ ലൈറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. ലൈറ്റ് ഇവിടെ ഇല്ലാന്ന്, ഇവിടെ വളരെ കുറവാണ്. ഈ സെൻട്രൽ നല്ല ഈ ഇതില് ജുബൈലിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒത്തിരി മാറ്റം അല്ലേ. അതൊരു ബോംബെ റെസ്റ്റോറന്റ്. അതിനകത്തൊന്നും ഉണ്ടാവില്ല. ചെറിയ ഇടിങ്ങ. അത് നമ്മുടെ മറ്റേ ദോശക്കട പോലത്തെ കടയാണ്. യുഎഇയിലേക്കാണ് ഇങ്ങനത്തെ ചെറിയ കടകളുണ്ടാവും കേട്ടോ. നമ്മുടെ ജുബൈലിലൊക്കെ നോക്കി എത്ര വലിയ കട ഉണ്ടാകുക. ഇതിന്റെ നല്ല ബാർബർ ഷോപ്പ്, നല്ല അടിപൊളി ബാർബർ ഷോപ്പ് ഇഷ്ടം പോലെ. ഒരു പള്ളി ദേ ഇവിടെയുണ്ട്, അടിപൊളി ഭംഗിയുള്ള ഒരു പള്ളി. ഇതൊന്നും അടിപൊളിയല്ല. ഇപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള പഴയ വീടുകളെല്ലാം ഇപ്പൊ പൊളിക്കാൻ തുടങ്ങി. എല്ലാം തന്നെ പൊളിക്കുന്നുണ്ട്, റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലല്ലോ, സമയമുണ്ടല്ലോ അല്ലേ. ഒരു 10-15 തീയതി ആകുമ്പോ അൽഷിഫ മെഡിക്കൽ പോളിക്ലിനിക് ഇതാണ് ഇവിടുത്തെ അൽഷിഫ ഹോസ്പിറ്റൽ. ഇവിടെ നമുക്കും നമ്മുടെ ഇത് കാർഡ് ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെ HR വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ആക്ടിവേറ്റ് ആക്കി തരും കേട്ടോ. ആവശ്യമില്ലല്ലോ, ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് താന്തോന്നി കാണിക്കണം കേട്ടോ. താന്തോന്നി പേര് താന്തോന്നി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഡുങ്കിനൊക്കെ ഉണ്ട്. ഡുങ്കിൻ അവിടെ അപ്പുറത്തൊരു പേരുണ്ടായിരുന്നല്ലോ, വേറൊരു പേര്. ഇല്ലല്ല, മക്ഡൊണാൾഡ്സ് ഇവിടെ ഉണ്ട്. അതല്ലാതെ
പോയി കഴിഞ്ഞു പോയാ അതവിടെയാ നമുക്ക് എടുക്കാൻ പറ്റും അത് കിട്ടൂല. അത് ആ ലൈനില്ല. ആലായില്ല. നമ്മൾ കുടുവിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടുന്ന് നമ്മൾ പരിപാടി നടത്താം. ഇവിടെ ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ കഴിക്കാനുള്ള ഫുഡിനുള്ള സംഭവം മാത്രം ഇച്ചിരി കുറവാണ്.